മൊഡ്യൂൾ 2 ലാസ്റ്റ് ഇങ്ങനൊരു തിയറം കൂടെ ഉണ്ട്. ഇതും പ്രൈം നമ്പർ തിയറത്തിൻ്റെ മറ്റൊരു വേർഷനാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എ ഓഫ് എക്സ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെന്ന് കരുതാം. ക്യാപിറ്റൽ എ ഓഫ് എക്സ് സമ്മേഷൻ എൻലെസ് ആണ് എക്സ് മ്യൂ ഓഫ് എൻ ബൈ എൻ, നമ്മുടെ മോബിയസ് ഫംഗ്ഷൻ. എന്നിട്ട് ഈ എ ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ലിറ്റിൽ ഓഫ് 1 ആണെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം. ഇങ്ങനൊരു എ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിട്ട് ആ എ ഓഫ് എക്സ് ലിറ്റിൽ ഓഫ് 1 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രൈം നമ്പർ തിയറം ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൈം നമ്പർ തിയറിനെ ഇംപ്ലൈ ചെയ്യും. ഒരു മറ്റൊരു രീതിയിലും പറഞ്ഞിട്ടുള്ളത്, ഈ എ ഓഫ് എക്സ് ഈക്വൽ ടു ലിറ്റിൽ ഓഫ് 1 എന്നുള്ളതിനെ ഞാൻ വേറെ രീതിയിൽ കാണിക്കാം ആദ്യം. എ ഓഫ് എക്സ് ഈക്വൽ ലിറ്റിൽ ഓഫ് 1 ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം, അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. എ ഓഫ് എക്സ് എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. എ ഓഫ് എക്സ് ഈക്വൽ ലിറ്റിൽ ഓഫ് 1 നമ്മൾ ലിറ്റിലോ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ എപ്പോഴും ലിറ്റിലോ എന്ന് പറയാം? ആ കോഷ്യൻ്റ് എ ഓഫ് എക്സ് ബൈ 1 ആ ലിമിറ്റ് എന്താവും? 0 ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് എഴുതിയിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എ ഓഫ് എക്സ് അല്ലേ. എ ഓഫ് എക്സ് ഈക്വൽ ടു ലിറ്റിൽ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ ലെസ് ആൻ ഓർ എക്സ്, അതായത് ഇത് എ ഓഫ് എക്സ് ബൈ 1ൻ്റെ ലിമിറ്റ് എന്തായിരിക്കും എന്നാണ്? 0 ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ എ ഓഫ് എക്സിന് പകരം എനിക്ക് ഈ സമ്മ എഴുതാം. ബൈ 1 ആ ലിമിറ്റ് 0 ആയിരിക്കും. ബൈ 1 നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി സമ്മേഷൻ ലെസ് ആൻ ഓർ എക്സ് മ്യൂ ഓഫ് എൻ ബൈ എൻ ഈക്വൽ 0 എന്ന് പറയാമല്ലോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എക്സ് വരെയുള്ള എന്നുകൾ മാത്രം അപ്ലൈ ചെയ്തിട്ട് ഉള്ള സമ്മാണ്. ആ എക്സ് ഇൻഫിനിറ്റിക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇൻഫിനിറ്റി കൊടുത്ത് നോക്ക്. എൻ ലെസ് ദാൻ ഈക്വൽ ടു ഇൻഫിനിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൂടെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും. ഇൻ ഷോർട്ട്, ഈ ഒരു സീരീസിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സീരീസിൻ്റെ സമ്മ് 0 ആണെന്ന് പറയാം. ഓക്കെ, സമ്മേഷൻ ലെസ് ആൻ ഈക്വൽ എക്സ് മ്യൂ ഓഫ് എൻ ബൈ എൻ ഈക്വൽ ടു ലിറ്റിൽ ഓഫ് 1 എന്നതിന് ഈ രീതിയിലും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ഇൻ അതർ വേർഡ്സ് കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പകരം ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്താലും മതി. ദ പ്രൈം നമ്പർ തിയറം ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ദ സീരീസ് സമ്മേഷൻ ലെസ് ആൻ ഈക്വൽ ടു സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മ്യൂ ഓഫ് എൻ ബൈ എൻ കൺവേർജസ് ആൻഡ് ഹാസ് സം 0. അതായത് ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നത് 0ലേക്കാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് പ്രൈം നമ്പർ തിയറം. അത് തന്നെ പറഞ്ഞത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം. അതന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ ഓഫ് എക്സ് ഈസ് ലിറ്റിൽ ഓഫ് 1 ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം എന്നാണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് തലതിരിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവർ. പ്രൈം നമ്പർ തിയറം ഈസ് എ കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മ്യൂ ഓഫ് എൻ ബൈ എൻ ഈക്വൽ ടു 0 ആവുന്നത് എന്തുകൊണ്ടെന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ. അത് ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം. രണ്ടും സെയിം ആണ്. ഓക്കെ, എ ഓഫ് എക്സ് ഈക്വൽ ടു ലിറ്റിൽ ഓഫ് 1 എന്ന് പറയുന്നതും സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി മ്യൂ ഓഫ് എൻ ബൈ എൻ ഈക്വൽ ടു 0 എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, ഇനി പ്രൂഫിലേക്ക് പോവാം. നമ്മളെ ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഓഫ് എക്സ് ഓൾറെഡി തന്നിട്ടുണ്ട്, അത് ലിറ്റിൽ ഓഫ് 1 എന്ന് അസ്യൂം ചെയ്യാം. ഇറ്റ് ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം. ഓക്കെ, നമ്മൾ തൊട്ട് മുന്നത്തെ 4.16 ആണ് ഈ തിയറം. 4.15 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ എം ഓഫ് എക്സ് ഈക്വൽ ടു ലിറ്റിൽ ഓഫ് എക്സ് ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം എന്ന്. അപ്പോൾ എം ഓഫ് എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ഓഫ് എക്സ് ഈക്വൽ ടു ലിറ്റിൽ ഓഫ് എക്സ് എന്ന് കിട്ടിയാൽ അത് ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം അല്ലേ. നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം എന്ന് പറയുന്നതിന് പകരം വി വിൽ പ്രൂവ് ദാറ്റ് ഈ അസംഷൻ ഇംപ്ലൈസ് ക്യാപിറ്റൽ എം ഓഫ് എക്സ് ഈക്വൽ ടു ലിറ്റിൽ ഓഫ് എക്സ് വിച്ച് ഇൻ ടേൺസ് ഇംപ്ലൈസ് ദാറ്റ് പ്രൈം നമ്പർ തിയറം അല്ലേ. ഇതാണ് ചെയ്യുന്നത്. നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ഇത് ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം എന്നാണ് ചെയ്യേണ്ടത്. പക്ഷേ തിയറം 4.15 പറയുന്നുണ്ട് എം ഓഫ് എക്സ് ഈക്വൽ ലിറ്റിൽ ഓഫ് എക്സ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം ആയതുകൊണ്ട് നമ്മൾ ഇത് അസ്യൂം ചെയ്യും, എന്നിട്ട് ഇത് ക്ലെയിം ചെയ്യും. അപ്പോൾ തിയറം 4.15 പ്രകാരം എയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ബിയിലേക്ക് എത്തുന്നതിന് പകരം സിയിലൂടെ പോയിട്ട് ബിയിലേക്ക് എത്തുന്ന പോലെ. ഓക്കെ,
കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ എം ഓഫ് എക്സ് ഈക്വൽ ടു ലിറ്റിൽ ഓഫ് എക്സ് എന്നാണ്. ഇത് അസ്യൂം ചെയ്തിട്ട് പ്രൂഫ് സിമ്പിളാണ്. ഓക്കെ, എ ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ ലെസ് ആർ ടു എക്സ് മ്യൂ ഓഫ് എൻ ബൈ എൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ലിറ്റിൽ ഓഫ് വൺ എന്ന് നമ്മുടെ അസംഷൻ. ആൻഡ് എ ഓഫ് എക്സ് ഈക്വൽ ലിറ്റിൽ ഓഫ് വൺ ആസ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഓക്കെ, നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത് ക്യാപിറ്റൽ എം ഓഫ് എക്സ് ഈക്വൽ ലിറ്റിൽ ഓഫ് എക്സ് എന്ന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഓക്കെ, പ്രൂഫ് വളരെ ഡയറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ എം ഓഫ് എക്സ് ലിറ്റിൽ ഓഫ് എക്സിലേക്ക് പോകണമെങ്കിൽ എം ഓഫ് എക്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എം ഓഫ് എക്സ് എന്തായിരുന്നു? മൊബിയസ് ഫംഗ്ഷൻ്റെ സമ്മായിരുന്നു. സമ്മേഷൻ ലെസ് ആർ ഈക്വൽ ടു എക്സ് മ്യൂ ഓഫ് എൻ ആയിരുന്നു. മ്യൂ ഓഫ് എന്നെ ഞാൻ മ്യൂ ഓഫ് എൻ ബൈ എൻ ഇൻറ്റു എൻ എന്ന് എഴുതി. അതായത് രണ്ട് ഫംഗ്ഷനാക്കി മാറ്റാൻ പോവാം. ഓക്കെ, രണ്ട് പാർട്ടായിട്ട് മ്യൂ ഓഫ് എൻ ബൈ എൻ ഇൻറ്റു എൻ എന്നുള്ളത്. അപ്പോൾ എൻ ലെസ് ആർ ഈക്വൽ ടു എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. 1 ലെസ് ആർ ഈക്വൽ ടു എൻ ലെസ് ആർ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാമല്ലോ. എക്സിന് താഴെയുള്ള എല്ലാ എന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ 1 അപ്ലൈ ചെയ്യുന്നു. 1 ആദ്യം അപ്ലൈ ചെയ്യുന്നു. ഏബിൾസ് ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ ഓടിയിട്ടുണ്ടാവും പലർക്കും. അതായത് ഈ സമ്മിലേ 1 അപ്ലൈ ചെയ്തിട്ട് ഞാൻ ആദ്യം സെപ്പറേറ്റ് മാറ്റി വയ്ക്കുന്നു. 1 അപ്ലൈ ചെയ്താൽ എന്താ വരിക? ഈ സമ്മിൽ മ്യൂ ഓഫ് 1 ബൈ 1 ഇൻറ്റു 1 അല്ലേ? അപ്പോൾ ബാക്കിയുള്ള സം പറഞ്ഞു കഴിഞ്ഞാൽ 1 ലെസ് ദാൻ സ്ട്രിക്ട്ലി ലെസ് ദാൻ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് മ്യൂ ഓഫ് എൻ ബൈ എൻ ഇൻറ്റു എൻ അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? മ്യൂ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം 1 ആയിരുന്നു. ഓക്കെ, 1 പ്ലസ് സമ്മേഷൻ ലെസ് ദാൻ 1 ലെസ് ദാൻ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് മ്യൂ ഓഫ് എൻ ബൈ എൻ ഇൻറ്റു എൻ. ഇവിടെ നമുക്ക് ഏബിൾസ് ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്, എം ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് ഇത്. ഇതിൽ ഏബിൾസ് ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഏബിൾസ് ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഏബിൾസ് ഐഡൻറ്റിറ്റിയിൽ വൈ എന്താണെന്ന് അറിയണം, സ്മോൾ എഫ് എന്താണെന്ന് അറിയണം അല്ലേ? ക്യാപിറ്റൽ എ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഏബിൾസ് ഐഡൻറ്റിറ്റി വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതായിരുന്നു ഏബിൾസ് ഐഡൻറ്റിറ്റി. ഇങ്ങനെ ഒരു സ്മോൾ എ ഓഫ് എന്നിൻ്റെ സമ്മായിട്ട് ക്യാപിറ്റൽ എ ഓഫ് എക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമ്മേഷൻ ഇങ്ങനെ എഴുതാം. സമ്മേഷൻ വൈ ലെസ് ദാൻ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് സ്മോൾ എ ഓഫ് എന്നിൻ്റെ സ്മോൾ എഫ് ഓഫ് എന്നിനെ ഇങ്ങനെ എഴുതാം. ഇവിടെ സ്മോൾ എ ഓഫ് എന്നിൻ്റെ സമ്മ് ക്യാപിറ്റൽ എ ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് ഓരോന്നിലും വരുന്നത് നോക്കി നോക്കാം. ഇവിടെ നമുക്ക് കണ്ടറിയാൻ പറ്റും വൈൻ്റെ പൊസിഷനിൽ 1 ആണ്. പിന്നെ മ്യൂ ഓഫ് എൻ ബൈ എൻ അത് എ ഓഫ് എൻ്റെ പൊസിഷനിലാണ് വരുന്നത്. ഇത് നമുക്ക് എഫ് ഓഫ് എൻ ആയിട്ട് എടുക്കാം. എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ എന്നാൽ വരുമല്ലോ. അപ്പോൾ ഏബിൾസ് ഐഡൻറ്റിറ്റി അനുസരിച്ചിട്ട് എ ഓഫ് എൻ പറഞ്ഞാൽ മ്യൂ ഓഫ് എൻ ബൈ എൻ ആണ്. അപ്പോൾ അതിൻ്റെ സമ്മേഷനാണ് നമ്മൾ ക്യാപിറ്റൽ എ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് എ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് മ്യൂ ഓഫ് എൻ ബൈ എൻ. അത് ക്യാപിറ്റൽ എ ഓഫ് എക്സ് ആണ് നമുക്ക് തന്നിട്ടുണ്ട്. തീർത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. പിന്നെ എഫ് ഓഫ് എൻ ഈക്വൽ ടു എൻ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിട്ട് എടുക്കണം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആയിട്ട് എടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഏബിൾസ് ഐഡൻറ്റിറ്റി ടേം എക്സ്പാൻഷൻ അറിയാലോ. ക്യാപിറ്റൽ എ ഓഫ് എക്സിൻ്റെ സ്മോൾ എഫ് ഓഫ് എക്സ് മൈനസ് എ ഓഫ് ഐ ഇൻ ദി എഫ് ഓഫ് ഐ മൈനസ് ഇൻ്റഗ്രൽ വൈ ടു എക്സ് എ ഓഫ് ടി എഫ് ഡാഷ് ടി ഡി ടി. അപ്പോൾ അതിൽ ഇത് ഏബിൾസ് ഐഡൻറ്റിറ്റി ജസ്റ്റ് അതിൽ എഴുതി വെച്ചതേ ഉള്ളൂ. ഇനി ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ഓഫ് എക്സ് പറഞ്ഞാൽ എ ഓഫ് എക്സ് തന്നെ. എഫ് ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് എ ഓഫ് വൈ. വൈ എന്താ ഇവിടെ? വൈ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എ ഓഫ് 1 ഇൻറ്റു എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് വൈ തന്നെ കൊടുക്കാം. ആണെങ്കിൽ 1 എന്ന് എഴുതായിരുന്നു. മൈനസ് ഇൻ്റഗ്രൽ വൈ ടു എക്സ് 1 ടു എക്സ് ആക്കി എ ഓഫ് ടി തന്നെ. എഫ് ഡാഷ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എക്സ് ആയതുകൊണ്ട് എഫ് ഡാഷ് എക്സ് 1 ആയിരിക്കും. അപ്പോൾ എഫ് ഡാഷ് ടി 1 ഡി ടി. 1 പ്ലസ് എ ഓഫ് എക്സിൻ്റെ എക്സ് എക്സ് ഇൻറ്റു എ ഓഫ് എക്സ് എഴുതി. മൈനസ് എ ഓഫ് 1 ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ആയി പോകുന്നത്. മൈനസ് ഇൻ്റഗ്രൽ 1 ടു എക്സ് എ ഓഫ് ടി ഡി ടി. ഇവിടെ നോക്കി നോക്കുക, ഒരു 1 ഉണ്ട്. ഇവിടെ മൈനസ് 1 ഇൻറ്റു 1. ഇത് രണ്ടും ക്യാൻസലായി കളഞ്ഞൂടെ? ബാക്കി എന്താ ഉണ്ടാവുക? നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? എം ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എ ഓഫ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ 1 ടു എക്സ് എ ഓഫ് ടി ഡി ടി. അങ്ങനെ കിട്ടുമല്ലോ. നമുക്ക് വേണ്ടത് എന്താ? ക്ലെയിം എന്താ? എം ഓഫ് എക്സ് ഈക്വൽ ടു ലിറ്റിൽ ഓഫ് എക്സ് ആണ്. എപ്പോഴാണ് ലിറ്റിൽ ഓഫ് എക്സ് ആവുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എം ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 0 ഇതല്ലേ? അപ്പോൾ ഞാൻ എം ഓഫ് എക്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അതിനെ എം ഓഫ് എക്സ് ബൈ എക്സ് ആക്കാനുള്ള വഴി ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എം ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു എ ഓഫ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഇവിടെ എക്സ് ഇല്ലല്ലോ കട്ട് ചെയ്ത് കളയാൻ. ഇവിടെ കട്ട് ചെയ്ത് കളയായിരുന്നു. ഇവിടെ കട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് 1 ബൈ എക്സ് കൊണ്ടൊരു എക്സ്ട്രാ ടേം വരും. അതിന് ഞാൻ 1 എന്ന് കൊടുത്തു. ഈ ഒരു എം ഓഫ് എക്സ് ബൈ എക്സിൻ്റെ ആ ഒരു വലിയ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിന് 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇതുവരെ വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എം ഓഫ് എക്സ് ബൈ എക്സ് ആസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി എം ഓഫ് എക്സ് ബൈ എക്സ് ഈക്വൽ ടു 0 എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ നമ്മൾ ഇതിൽ സപ്പോസ് ലിമിറ്റ് അപ്ലൈ ചെയ്തെന്ന് എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്തെന്ന് എഴുതാം. അപ്പോൾ ഇവിടെയും ലിമിറ്റ് അപ്ലൈ ചെയ്യാം, ഇവിടെയും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്തെന്ന് എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്തെന്ന് കരുതാം. എ ഓഫ് എക്സ് എന്താവും വരിക?
നമുക്ക് തന്നിട്ടുള്ള ഹിൻ്റ് എന്താ, അസംഷൻ എന്താ, എ ഓഫ് എക്സ് ഈക്വൽ ലിറ്റിൽ ഓഫ് 1 ആണ്. അതിൻ്റെ അർത്ഥം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എ ഓഫ് എക്സ് ബൈ 1 ഈസ് ഈക്വൽ ടു 0 ആണെന്നല്ലേ. അതായത് ഇവിടെ ബൈ 1ന് റോളില്ലല്ലോ. അതായത് ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇത് 0 ആയി പോകും. ഇതും 0 ആണെന്ന് കാണിച്ചാൽ പോരെ. ആസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഈ ടേം 0 ആവുമെന്ന് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ പ്രൂഫ് കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ ടേം ഉണ്ടല്ലോ, ഈ 1ലത്തെ ഈ ടേം അത് ടെൻസ് ടു 0 ആസ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എന്ന് ക്ലെയിം ചെയ്യാൻ പോവാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഓഫ് എക്സ് ഈസ് ലിറ്റിൽ ഓഫ് 1 എന്ന് നമ്മുടെ അസംഷൻ ഉണ്ടല്ലോ. ലിറ്റിൽ ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എ ഓഫ് എക്സ് ലിറ്റിൽ ഓഫ് 1 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. അതായത് എക്സ് ഇൻഫിനിറ്റിക്ക് പോകുന്നതോറും എ ഓഫ് എക്സ് അത്രയും ചെറുതായി 0 അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ എപ്സിലോൺ വെച്ചിട്ട് പറയാം. ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു സി കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു സിക്ക് ശേഷമുള്ളവരൊക്കെ മോഡുലസ് ഓഫ് എ ഓഫ് എക്സ് കണ്ടു കഴിഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. അതായത് ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ഒരു പരിധി കഴിഞ്ഞാൽ ആ എപ്സിലോണിനേക്കാൾ കുറവായിരിക്കും എ ഓഫ് എക്സിൻ്റെ വാല്യൂ. അതായത് 0ലേക്ക് അപ്രോച്ച് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ലിമിറ്റിൻ്റെ ഡെഫിനിഷനാണത്. ഓക്കെ, ക്ലിയർ ആയിട്ടാണെന്ന് ഇരുത്തുന്നു. ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു സി കണ്ടുപിടിക്കാൻ പറ്റും മോഡ് എ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആവുന്ന രീതിയിൽ. അപ്പോൾ ഒരു എപ്സിലോൺ എടുത്ത് നിർത്താം, ഒരു ആർബിട്രറി എപ്സിലോൺ എടുത്ത് നിർത്താം, കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സി കിട്ടും. ഓക്കെ, സച്ച് ദാറ്റ് മോഡ് എ ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് എപ്സിലോൺ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഈ ടേം ടെൻസ് ടു 0 എന്ന്. ഓക്കെ, അതായത് അത്രയും നെഗ്ലിജിബിൾ ആയി പോകുന്നു ആസ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി എന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ മോഡുലസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. മോഡുലസ് ഓഫ് 1/x ഇൻ്റഗ്രൽ 1 to x a of t dt. മോഡുലസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് 1 to x ഞാനിവിടെ ഒരു സി കിട്ടിയല്ലോ, ആ സി വെച്ചിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, 1 to c ആൻഡ് c to x എന്ന് പറഞ്ഞിട്ട് ഇൻ്റഗ്രേഷൻ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. 1/x പുറത്ത് നിർത്തിയിട്ട് ഇൻ്റഗ്രേഷനെ 2 കഷ്ണമാക്കി, 1 മുതൽ c വരെയും c മുതൽ x വരെയും. ഓക്കെ, ഇനി മോഡുലസ് സെപ്പറേറ്റ് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലസ് വെച്ചിട്ട് 1/x പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ. മോഡുലസ് 1/x ഞാൻ പുറത്ത് നിർത്തി, ഇയാൾക്ക് വലിയ റോളൊന്നുമില്ല, ലാസ്റ്റ് വരെയും ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഞാൻ മോഡുലസ് 2 പേർക്കും സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി വെച്ചിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും, അതാക്കി കൊടുത്തേക്കും. അപ്പോൾ ഞാൻ മോഡുലസ് ഓഫ് 1/x, മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഫസ്റ്റ് ടേം, മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ സെക്കൻഡ് ടേം. ഇനി മോഡുലസ് ഓഫ് 1/x അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം, ഒരു തിയറം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ c to x a of t dt ഇത് ആദ്യം പറയാം. c മുതൽ x വരെയുള്ള a of tൻ്റെ വാല്യൂ, ഈ സ്റ്റാർ കണ്ടില്ലേ, സ്റ്റാറിൻ്റെ മീനിങ് എന്താ, സീൻ്റെ മുകളിലേക്കുള്ള എല്ലാ എക്സിനും മോഡ് എ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്നാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, c to x എന്ന് പറഞ്ഞാൽ സീൻ്റെക്കാൾ കൂടുതലുള്ള ഇൻപുട്ട് വാല്യൂസ് അല്ലേ, ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സീനേക്കാൾ കൂടുതലുള്ള എ ഓഫ് ടി വാല്യൂ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണല്ലോ. അപ്പോൾ ഈ എ ഓഫ് ടിക്ക് വരെ ഞാൻ എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തു. അതേപോലെ തന്നെ ഒരു തിയറം 3.13 ഉണ്ട്. ആ ഒരു ഒറ്റ തിയറം നമ്മൾ മുമ്പത്തോ യൂസ് ചെയ്യുന്നുള്ളൂ, ആ ഏബിൾസ് ഐഡൻറ്റിറ്റി. 3.13 പറയുന്നുണ്ട് mu of n by n ഈ സമ്മേഷൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും എപ്പോഴും എന്നുള്ളത്. അപ്പോൾ ഈ എ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ എ ഓഫ് എക്സ് എന്താ, സമ്മേഷൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി mu of n by n അല്ലേ. ഇതിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നല്ലേടാ തിയറം 3.13 പറയുന്നത്. സോ എ ഓഫ് ടിക്ക് പകരം വേണമെങ്കിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു സ്റ്റെപ്പ് അധികം എഴുതാം. എന്തായാലും ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് എ ഓഫ് ടീൻ്റെ പകരം ഞാൻ 1 എഴുതി, അപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്താൽ മതി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ. 3.13 സ്റ്റാറും ഞാൻ അപ്ലൈ ചെയ്തു ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇതാണിട്ടുള്ളത്. അത് ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, ലാസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1ൻ്റെ ഇൻ്റഗ്രൽ ടി, അപ്പർ ലിമിറ്റ് സി, ലോവർ ലിമിറ്റ് 1. ഇവിടെ എപ്സിലോൺ കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. അപ്പോഴും 1ൻ്റെ ഇൻ്റഗ്രൽ ടി, അപ്പോൾ എപ്സിലോൺ ടി എന്ന് വരും. ലോവർ ലിമിറ്റ് സി, അപ്പർ ലിമിറ്റ് എക്സ്. ഓക്കെ, ഇനി ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ c - 1 വരും. ഇവിടെ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x - c വരും. ഓക്കെ, ഇനി 1/x ഉള്ളിലേക്ക് കൊടുക്കാം. ഇനി എക്സ് എല്ലാവർക്കും ഉള്ളിലേക്ക് കൊടുക്കാം. അപ്പോൾ c - 1/x വരും. എപ്സിലോൺ ഇൻറ്റു x - c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്സിലോൺ x മൈനസ് എപ്സിലോൺ c വരും. ഓൾ ഡിവൈഡ് ബൈ എക്സും വരും. ഓക്കെ, ജസ്റ്റ് ബ്രാക്കറ്റ് പൊളിച്ചു എക്സ് താഴെ എഴുതി. ഇനി ക്യാൻസൽ ചെയ്ത് കളയാനൊന്നും ഇവിടെ ഒന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് എപ്സിലോൺ എക്സ് മൈനസ് എപ്സിലോൺ c ബൈ എക്സ്, എപ്സിലോൺ എക്സ് ഇവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ വെറും എപ്സിലോൺ ആക്കി എഴുതാം. ഇവിടെയും ക്യാൻസൽ ചെയ്ത് കളയാനൊന്നുമില്ല. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ഈ വാല്യൂ 0ലേക്ക് പോകുക, അത്രയും നെഗ്ലിജിബിൾ ആവുന്ന കാണിക്കേണ്ടത്. എക്സ് ഇൻഫിനിറ്റിക്ക് പോകാമെന്ന് കരുതാം, ഈ ടേം എന്തായി പോവും, 0 ആയി പോവും. ഈ ടേം 0 ആയി പോവും അല്ലേ.
ഓക്കെ, ആസ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി ഇവിടെ മോഡുലസും പിന്നെ എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് സുപ്പീരിയർ എന്നൊക്കെ പറയുന്നത്. നിങ്ങളൊരു SUPയും കൂടെ അവിടെ എഴുതി കൊടുത്തേക്ക്, ഓവറായിട്ട് അതിനെപ്പറ്റി കൺസേൺ ആവണ്ട. ഓക്കെ, ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി വേണമെങ്കിൽ അതിവിടെ കൂടുതൽ കൺസേൺ ആവണ്ട, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുണ്ടെങ്കിൽ ആസ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ഈ വാല്യൂവിൽ ഇതും 0 ആയി പോകും, ഇതും 0 ആയി പോകും. അപ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറയാമല്ലോ. എപ്സിലോൺ ആർബിട്രറി ആയതുകൊണ്ട് ഏത് എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ഈ ടേം ആ എപ്സിലോണിനേക്കാൾ കുറവാകും. വിച്ച് മീൻസ് ആസ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി ഈ ടേം 0ലേക്ക് പോകും എന്ന് നമുക്ക് പറഞ്ഞൂടെ. ഓക്കെ, ഇതാണ് പ്രൂഫ്. കംപ്ലീറ്റ് ആയി ഓൾമോസ്റ്റ്. എന്നിട്ട് നിങ്ങൾക്ക് ഹെൻസ് ദ പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. ഈ 1 എന്ന ഇക്വേഷനിൽ നിങ്ങൾ ഫ്രം 1 നമുക്കറിയാം ആസ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം 0 ആയി പോകും നമ്മൾ കൺക്ലൂഡ് ചെയ്തു. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി m(x) ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി a(x) എന്ന് കിട്ടും അല്ലേ. ആസ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി m(x) ഈക്വൽ ടു a(x) എന്ന് കിട്ടും. ശരി, a(x) ലിറ്റിൽ ഓഫ് 1 ആയതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ലിറ്റിൽ ഓഫ് 1 ആയതുകൊണ്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി a(x)(1) ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി m(x)(ഉം 0 ആയിരിക്കും. കാരണം ഓക്കെ, ക്ലിയർ ആണ്. ആസ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി m(x) ഈക്വൽ ടു a(x) എന്ന് കിട്ടി. അപ്പോൾ a(x) 0ലേക്ക് പോകുന്നുണ്ടെങ്കിൽ m(x) 0ലേക്ക് പോകും. അതായത് m(x) ഈസ് ലിറ്റിൽ ഓഫ് x. തിയറം 4.15 അനുസരിച്ചിട്ട് വിച്ച് ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം. ഓക്കെ, m(x) ഈസ് ലിറ്റിൽ ഓഫ് x എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പ്രൈം നമ്പർ തിയറം ഇംപ്ലൈസ് ചെയ്യണമെന്നുള്ളത്. ഇനി ഇതിൻ്റെ കോൺവേർഷൻ ട്രൂ ആണ്. അതായത് 4.16 അതായത് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത തിയറം ഉണ്ടല്ലോ, ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി m(x) ഈക്വൽ ടു 0 എന്നുള്ളത്. സോറി, അതല്ല. ലിമിറ്റ് എക്സ്റ്റെൻസ് ഇൻഫിനിറ്റി ഇപ്പോൾ നമ്മൾ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി μ(n)/n ഈക്വൽ ടു 0 അല്ലെങ്കിൽ a(x) ഈസ് ലിറ്റിൽ ഓഫ് 1, രണ്ടും സെയിം ആണ്, ഈക്വലൻ്റ് ആണ്, ഞാൻ കാണിച്ചു. ഇത് ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്. തിരിച്ചും പറയാം, പ്രൈം നമ്പർ തിയറം ഇംപ്ലൈസ് ഇതെന്നും പറയാം. അതായത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അതായത് പ്രൈം നമ്പർ തിയറത്തിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത് എന്ന് പറയാം. ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരുപാടെണ്ണം നമ്മൾ കണ്ടു, അതിലേക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ.